രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗികാപവാദ കേസിൽ ആളാവാൻ നോക്കി പണി വാങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കോടതി വീണ്ടും ജാമ്യം നിഷേധിച്ചിരുന്നു. അറസ്റ്റിലായത് മുതൽ രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലായിരുന്നു. വെള്ളം മാത്രം മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജാമ്യം കോടതി തള്ളിയതോടെ ജയിലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് തോൽവി സമ്മതിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ രാഹുലിന്റെ ആരോഗ്യസ്ഥിതി മോശമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രി സെല്ലിൽ കഴിയുന്ന രാഹുൽ ഒടുവിൽ തനിക്ക് വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോൾ ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിച്ചുവെന്ന ചുരുക്കം. 3 ദോശയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടാണ് ഈശ്വർ നിരാഹാരം അവസാനിപ്പിച്ചത്. ഇന്നലെ 7 മണിയോടെയാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് രാഹുൽ ഈശ്വറിന്റെ പിന്മാറ്റം. കൂടാതെ അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും രാഹുൽ അറിയിച്ചിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. ഇതിനിടെ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. കേസിന്റെ FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് തന്റെ കക്ഷി ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതിജീവിതയെ മോശപ്പെടുത്തുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നും അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അരുൺ ചോദിക്കുകയായിരുന്നു. സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെ പരസ്യരേഖയാകുമെന്ന് കോടതിയും ചോദിച്ചു. രാഹുൽ മങ്കൂട്ടം ഒളിച്ചു കഴിയുമ്പോൾ രാഹുൽ ഈശ്വർ കൊതുക് കടിയും നിരാഹാരവുമായി ബുദ്ധിമുട്ടുകയാണെന്ന രീതിയിൽ മീമുകളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു.